ഹായ് ഹലോ എല്ലാവർക്കും മലയാളം സീരിയൽ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ഇന്നത്തെ പത്തരമാറ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അനാമികയും നയനയുമായി സംസാരിക്കുകയായിരുന്നു. നയന കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അനാമികയെ അവർ തമ്മിൽ ബന്ധമൊന്നുമില്ല, അവർ തമ്മിൽ സൗഹൃദം മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് അനാമികയെ. അവർ തമ്മിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം മാത്രമേ ഉള്ളൂ. അവനി എല്ലാവരോടും എല്ലാം ഷെയർ ചെയ്യുക നന്ദുവിനോടാണ് എന്നൊക്കെ പറയുകയാണ് നയന. ഇതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് വേണ്ട പണിഷ്മെൻറ്റ് തന്നോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനിയും ഫ്രണ്ട്സും സംസാരിക്കുന്നതാണ്. അനി ഇഷ്ടം തുറന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്നുള്ള മനസ്സോടെയാണ് അനി ഉള്ളത്. ഫ്രണ്ട്സ് പറയാണ് അവൾക്കും നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഒരു ടോക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അങ്ങനെ സന്തോഷത്തോടെ അനി നന്ദുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. തുറന്നു പറഞ്ഞ് രജിസ്റ്റർ വിവാഹമെങ്കിൽ വിവാഹം ചെയ്യാം എന്നുള്ള തീരുമാനത്തോടെ അനി നന്ദുവിനെ കാണാൻ പോവുകയാണ്. അങ്ങനെ നന്ദുവും അനിയും റെസ്റ്റോറൻറ്റിൽ വെച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുന്നു, എനിക്ക് നിന്നോട് അങ്ങനെ ആ രീതിയിലുള്ളൊരു ബന്ധമില്ല, നീ എൻ്റെ നല്ലൊരു സുഹൃത്താണ് എന്ന് പറയുകയും അങ്ങനൊരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല, നീ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ സങ്കടത്തിലായി, അതാണ് എൻ്റെ വിഷമത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞ് കള്ളം പറയുകയാണ് നന്ദു. ഉള്ളിലുള്ള ഇഷ്ടം മറച്ചു വെച്ചുകൊണ്ട് അനിയോട് കള്ളം പറയുകയാണ്. ഇതിൽ നിന്നും പിന്മാറണം, നീ അനാമികയെ സ്നേഹിക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അനി വളരെ വിഷമത്തിലാണ് ഉള്ളത്. ഇതിനിടെ അനന്തപുരിയിൽ മുത്തശ്ശൻ ആദർശിനെ ഒരുപാട് ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഭാര്യ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നന്ദു വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. അച്ഛൻ ചോദിക്കുന്നുണ്ട്, നയന എന്തിനാണ് ചേച്ചി വിളിപ്പിച്ചത്, ചേച്ചി എല്ലാം അറിഞ്ഞോ, നിന്നെ വഴക്ക് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നന്ദു ഇല്ല, ചേച്ചി പറയേണ്ടത് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് മാത്രം പറയുകയാണ്. അങ്ങനെ വളരെയധികം വിഷമത്തിലാണ് നന്ദു ഉള്ളത്. തൻ്റെ ഇഷ്ടത്തെ നന്ദു ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതിനിടെ അനിയും വളരെയധികം സങ്കടത്തിലാണ് ഉള്ളത്. അങ്ങനെ ആദർശ് പൂജാമുറിയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നയന തിരിച്ചു വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് അമ്മ കണ്ടു, ദേവയാനി കണ്ടു. ദേവയാനി ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ഏത്തയിടുകയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ട് ആദർശ് പറഞ്ഞു, അത് അമ്മയെ ഈയിടെയായിട്ട് ഒരുപാട് വിഷമിപ്പിച്ചു എന്നൊരു തോന്നൽ, അതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദേവയാനിക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ദേവയാനി പറയുകയാണ്, ശരിയാ, നീ അവളെ വിളിച്ചുകൊണ്ടുവന്നത് എനിക്ക് ഇത്തിരി വിഷമമായി എന്നൊക്കെ പറയുകയും അപ്പോൾ എന്തിനാണ് വിളിച്ചു വന്നത് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് അമ്മയുടെ ഇവിടുത്തെ പണി കണ്ടിട്ട് അവൾ തിരിച്ചു വിളിച്ചതാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആദർശിൻ്റെ ഉള്ളിൽ നയനയോടുള്ള സ്നേഹമാണ് ഉള്ളത്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, അവൾ വീണ്ടും വീട്ടിലേക്കാണെന്ന് തോന്നുന്നു പോയത്, അവൾ ഇതുവരെ തിരിച്ചു വന്നില്ല എന്നൊക്കെ പറയുകയും ഇത് കേട്ട് ദേവയാനി ആകെ മൂഡ് ഓഫിലാവുകയും ചെയ്യുന്നുണ്ട്. അയ്യോ, ഇനി ഇവിടുത്തെ പണി മുഴുവൻ വീണ്ടും എൻ്റെ തലയിലാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ദേവയാനി വളരെ സങ്കടത്തോടെ നിൽക്കുകയായിരുന്നു. ഇതിനിടെ നന്ദുവിൻ്റെ കരച്ചിൽ കേട്ട് അച്ഛൻ നന്ദുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുന്നുമുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്തരമാറ്റ് എപ്പിസോഡിൽ ഉണ്ടായത്. ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, എന്നാൽ മാത്രമേ സീരിയൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നേ അറിയാൻ പറ്റുകയുള്ളൂ.